ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് മാർച്ച് മാസം 8-ാം തീയതിയാണ്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഓൾ ഐ സീ ഈസ് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓൾ ഐ സീ ഈസ് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ്, തായ് ഭാഷകളിലായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തൊരു മലയാളം മൂവിയാണ്. ദ മലബാർ ടെയിൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്നൊരു ഹിന്ദി മൂവിയാണ്. റിവാജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു തമിഴ് മൂവിയാണ്. നീലനിറ സൂര്യൻ എന്നാണ് ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് 2023 റിലീസ് ചെയ്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു, ഹിന്ദി ത്രില്ലർ മൂവിയായിരുന്നു ഫരെ എന്ന് പറയുന്ന സിനിമ. C5ലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. നമ്മുടെ വിശ്വസനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ലൈല എന്ന് പറഞ്ഞ തെലുങ്ക് മൂവി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ താഴെ ഈ ഒരു സിനിമയുടെ റിലീസിങ് ഡേറ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴാണെന്നുള്ളത് ഒരാൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആഹ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത ആഴ്ചയോടുകൂടി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. ഡേറ്റ് ഈ അടുത്ത് തന്നെ അവർ പുറത്തുവിടുന്നതായിരിക്കും. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഉത്സവം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ഇന്ദ്രജിത്തൊക്കെ പ്രധാന വേഷം കൈകാച്ച ഒരു മലയാള സിനിമയായിരുന്നു. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മനോരമ മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഓൾറെഡി പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി ഈ ഒരു സിനിമ ഞാൻ കണ്ടതാ സാറേ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവരുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം, കൂടാതെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മനോരമ മാക്സിൻ്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാർച്ച് മാസം 14-ാം തീയതി ഒരു സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തു നിന്നും സിംപ്ലി സൗത്തിൻ്റെ ഭാഗത്തു നിന്നും സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ ദിവസം തന്നെ മാർച്ച് മാസം 14-ാം തീയതി തന്നെ ഈ എല്ലാ OTT പ്ലാറ്റ്ഫോമിലും ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ബേസിൽ ജോസഫ്, ലിജോമോൾ ജോസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. മാർച്ച് മാസം 14-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നിങ്ങളുടെ ഈ സിനിമകളുടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ